ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 8-ാം സ്കന്ധം 12-ാം അധ്യായം. മായാമോഹിനി. ശ്രീ ബാദരായണി പറഞ്ഞു: സ്ത്രീരൂപനായി ദാനവരെ മോഹിപ്പിച്ചു ജനാർദ്ദനൻ സുരന്മാർക്കമൃതം നൽകിയെന്നായി കേട്ടു. വൃഷധ്വജൻ കാളപ്പുറത്തുമയുമൊത്തേറി ഭൂതഗണത്തൊടും തദ്രൂപം കാണുവാനായി ചെന്നാൻ ശ്രീഹരിയുള്ളിടം. ഹരനെയും പത്നിയെയും ഹരി പൂജിച്ചു സാദരം പീഠസ്ഥരാക്കവേ ചൊന്നാൻ ചിരിച്ചും കൊണ്ട് ഉമാപതി. മഹാദേവൻ പറഞ്ഞു: ദേവദേവ ജഗദ്വ്യാപിൻ ജഗദീശ ജഗന്മയ, ഏതെന്നുമങ്ങാണ് ആത്മാവും നാഥനും ഹേതുഭൂതനും. ദ്രഷ്ടൃദൃശ്യത്വവും ഭോക്തൃഭോഗ്യത്വം ജനിനാശവും നിത്യനങ്ങേക്കില്ല. നീയോ ബ്രഹ്മം സച്ചിന്മയൻ പരൻ. ഇഹാമുത്രാസക്തി വിട്ട നിഷ്കാമന്മാർ മുനീശ്വരർ മോക്ഷാർത്ഥം നിൻ ചേവടിത്താർ മാത്രം എന്നും സ്മരിക്കയാം. സർഗസ്ഥിതി പ്രളയഹേതു ജഗത്തിന് ആത്മാവീശൻ സമാശ്രയം അനാശ്രയനും ഭവാൻ താൻ. നിത്യൻ വികാരഗുണശോക വിവർജിതൻ നീ. പൂർണ്ണൻ സുഖൈകതനു അന്യനും നീ. പൂർണ്ണൻ സുഖൈകതനു അനന്യനും നീ. പൊന്നും വിഭൂഷകളുമെന്ന വിധത്തിൽ നീതാൻ സർവൈകഹേതു. സദസദ്വയവും ചിതാത്മൻ നീയാമുപാധിരഹിതങ്കൽ ഗുണോത്ഥഭേദം കൽപ്പിക്കയാണു ജനം അജ്ഞത കൊണ്ടു മാത്രം. നീ ബ്രഹ്മമെന്നു ചിലരും സദസത്പരൻ താനെന്നന്യർ ധർമ്മമിതി താർക്കികരും ഗതിപ്പൂ ചൊല്ലുന്നിതന്യർ. നവശക്തി സമേതനെന്നും നിത്യൻ സ്വതന്ത്രൻ അഖിലേശ്വരനെന്നുമൊക്കെ. ഞാൻ പത്മജൻ സനകമുഖ്യർ ഋഷീന്ദരും ത്വന്മായാവിമോഹപരരായി തവ സൃഷ്ടിതത്വം കാൺമീലയെങ്കിൽ അശുഭാത്മകരായ ദൈത്യമർത്യാദ്യരെന്തറിവു നിർഗുണ നിന്മഹത്വം. സച്ചിൽത്തനോ സ്വകൃതമീയുലകിൻ്റെ ബന്ധമോക്ഷങ്ങൾ കർമ്മമുദയം സ്ഥിതിനാശവും നീ കാൺമൂ സദാ. നിഖില വസ്തുവിലും ചരിക്കം കാറ്റെന്ന വണ്ണം അഖിലാത്മകനാകമൂലം. ഗുണക്രീഡാസക്തനായി നീ ചെയ്ത നാനാവതാരവും കണ്ടേൻ. ഭവാൻ തൻ സ്ത്രീരൂപം കാണാനുണ്ടിങ്ങൊരാഗ്രഹം. മോഹം ദൈത്യർക്കും അമൃതം വിണ്ണോർക്കും നൽകുവാൻ ഭവാൻ പൂണ്ടൊരാരൂപം ഈക്ഷിക്കാൻ പോന്നോരാണിജ്ജനം വിഭോ. ശ്രീശുകൻ പറഞ്ഞു: ശിവൻ ഏവം അപേക്ഷിച്ച നേരത്ത ഭഗവാൻ ഹരി ഭാവഗംഭീരമായൊന്നു ചിരിച്ചിങ്ങനയോതിനാൻ. ശ്രീ ഭഗവാൻ പറഞ്ഞു: സുധാകുംഭം കവർന്നപ്പോൾ സൂര്യകാര്യത്തെയോർത്തു ഞാൻ ദൈത്യസമ്മോഹകം യോഷിദ്രൂപം പൂണ്ടേൻ സുരോത്തമ. കാണാൻ ഇച്ഛിക്കും അങ്ങേക്ക് കാട്ടിത്തരുവൻ ഇന്നു ഞാൻ കാമോദ്ദീപകമാരൂപം സർവകാമിജനോത്സവം. ശ്രീശുകൻ പറഞ്ഞു: അന്തർധാനം ചെയ്തു പെട്ടെന്നേവമോദിയൊരാഹരി. ഉമയൊപ്പം ഹരൻ നാലുപാടും വായിച്ചു കണ്ണുകൾ കാണായി തഥാ ചെന്തളിരും സുമങ്ങളും നിറഞ്ഞ പൂന്തോപ്പിലൊരുത്തമാങ്കിയാൾ. വിചിത്രപട്ടാംശുകവും നിതംബവും സുകാഞ്ചിയും പൂണ്ടഥ പന്തടിപ്പതായി. തുള്ളിത്തുളുമ്പും കുചയുഗ്മഭാരവും തൂമുത്തുമാലാവലിയും വിഹരിക്കയാൽ മുറിഞ്ഞുപോം മട്ടിലെഴുന്ന മധ്യവും ചാഞ്ചാടുമ പല്ലവപാദഭംഗിയും. തെന്നിത്തെറിക്കും നിജപന്തിനൊത്തുതാൻ ഭ്രമിക്കുമാ നീൾമിഴിതൻ വിലാസവും സ്വകുണ്ടലം മിന്നിനവും കപോലവും വിലോല നീലാളകപാല ശോഭയും. അഴിഞ്ഞ കാർകൂന്തലും അദ്ദുകൂലവും പിടിച്ചൊതുക്കുന്നൊരു വാമഹസ്തവും പന്താടുമദ്ദക്ഷിണഹസ്തവും ജഗദ്വിമോഹനം മായികമാം വപുസ്സുമായി. നാണം കുണുങ്ങിന കടാക്ഷമൃദുസ്മിതങ്ങൾ തൂകുന്നൊര സുദതി തൻ നില കണ്ടു ദേവൻ അന്യോന്യ വീക്ഷണരസത്തിൽ മറന്നു ഭൂതസംഘത്തെയും സ്വനിലയും നിജപത്നിയെയും. കരത്തിൽ നിന്നൂർന്നു തെറിച്ച പന്തിനായി കുതിച്ചൊരാ സുന്ദരി തൻ്റെ പൂന്തുകിൽ മഹാശിവൻ നോക്കിയിരിക്കവേ കവർന്നെടുത്തു പൊൻകാഞ്ചിയൊടുത്തു മാരുതൻ. ഏവം കണ്ണും ഹൃത്തുമൊപ്പം കവർന്നും സ്വാനുരക്തിയെ കാട്ടിയും നിന്നൊര കഞ്ചനേത്രയിൽ സക്തനായി ഹരൻ.
തന്മൂലം കാമമാലാൽ നിർലജ്ജം മൂഢചിത്തനായി സ്വപഗ്നി കാൺകെ താൻ ചെന്നാൻ തൽസമീപം സ്മരാന്തകൻ ഹരൻ തൻ വരവീക്ഷിക്കേ സലജ്ജം നഗ്നയാമവൾ മറഞ്ഞാൾ വൃക്ഷമറവിൽ വഴങ്ങാതാശു സസ്മിതം. പിന്നാലെ ചെന്നാൻ ശിവനും ഗന്ധർപ്പഹതചിത്തനായി കരേണുവെ പിന്തുടരും മത്തവാരണമെന്ന പോൽ ഒഴിഞ്ഞു മാറും അവൾ തൻമുടിക്കെട്ടിൽ പിടിച്ചുടൻ മാറോടണച്ചു ഭഗവാൻ പുൽകിനാൻ ഇരുകൈകളാൽ. മത്തേ ഭമ കരുണിയെ എന്ന പോൽ അവളെ ശിവൻ പുണർന്നപ്പോൾ അപ്പിടിയിൽ നിന്നും അദ്ദേവമായയാൾ പിടഞ്ഞു കുതറി ചിന്നിപ്പാറും ചികുരഭാരവും കനത്ത പിന്നരയുമായി അകന്നാൾ അതിദ്രുതം. വിഷ്ണുമായ പ്രഭാവത്താൽ അവളെ പിന്തുടർന്നു താൻ ഗജകാമിനി തൻ ബിംബേ പായും മത്തേഭമെന്ന പോൽ കാമനിർജിതനെന്നോണം കാമാരി കുതിക്കവേ അമോഘമാം തദ്രേതസ്സും വഴിനീളെ ശ്രവിച്ചുപോയി. അമ്മഹാത്മാവു തൻ രേതസ് എങ്ങെല്ലാം നിപതിച്ചിതോ അദ്ദേശമെല്ലാം നൃപതേ സ്വർണരൗപ്യാകരങ്ങളായി. നദീതീരം സരസ്തീരം മല കാടുകൾ തോപ്പുകൾ രേതസ്സു വീണേടമൊക്കെ വാണാർഹരനിർഷീന്ദ്രരും. രേതസ്ഖലനമുണ്ടായി കഴിഞ്ഞപ്പോൾ മഹാശിവൻ സ്വയം മായാജടാത്മത്വം പൂണ്ടതായി ഓർത്തടങ്ങിനാൻ. ഹരിയാം ജഗതാത്മാവിൻ ദുരൂഹ്യപ്രാഭവത്തെയും സ്വന്തം സ്ഥിതിയെയും കണ്ടും ആശ്ചര്യപ്പെട്ടതില്ലവൻ. ഒട്ടും ലജ്ജിച്ചിടാദേവം ശാന്തനായി ചന്ദ്രചൂടനെ കണ്ടേറ്റം തുഷ്ടനായ ആത്മരൂപം പൂണ്ടോതിനാൻ ഹരി. ശ്രീ ഭഗവാൻ പറഞ്ഞു, എൻ മായാമോഹിനി രൂപം പാരം മോഹമണക്കിലും സ്വയം നിർമുക്തനായി ഭാഗ്യം കൊണ്ടു നീ വിബുധോത്തമ. നാനാഭാവക്ഷോഭകരം അധീരർക്ക് അതിദുസ്തരം മമ മായാർണവം താണ്ടാൻ ആരുണ്ട് അങ്ങിന്നി മറ്റൊരാൾ. സൃഷ്ടിക്കും മറ്റുമായി കാലാത്മാവാം ഞാൻ ഗുണരൂപിയായി നിർമ്മിക്കുമെൻ മായ നിന്നെ പീഡിപ്പിക്കില്ലൊരിക്കലും. ശ്രീശുകൻ പറഞ്ഞു, ശ്രീവത്സാംഗൻ ശ്രീഹരിയാലേവം സൽകൃതനാം ഹരൻ വലം വച്ച ആജ്ഞയും വാങ്ങിപ്പുക്കാൻ സഗണമാലയം. വിഷ്ണുമായ വിലാസത്തെ വാഴ്ത്തും താപസർക്കൽക്കവേ ചൊന്നാൻ ഭവാനിയോടേവം ശ്രീരുദ്രൻ പ്രീതിപൂർവകം. ശ്രീരുദ്രൻ പറഞ്ഞു, കണ്ടീലയോ നീ പരദൈവമാം പരമ്പുമാൻ്റെ അമ്മായ തദംശസത്തമൻ മോഹിച്ചിതി ഞാനും അതിങ്കലെന്തുവാനുരപ്പു പിന്നെ പരതന്ത്രതൻ കഥ. ഞാൻ 1000 വത്സരം അന്ന് ചെയ്തൊര തപസ്സു കണ്ട് ആരെ നിനപ്പതെന്നു നീ ചോദിച്ചു. കാലാദ്യ നിരുക്തനാകും അപ്പരമ്പുമാൻ താനിവനെന്നു കാൺക നീ. ശ്രീശുകൻ പറഞ്ഞു, പാലാഴി മഥനത്തിങ്കൽ കൂർമ്മമായി ആർ മഹാദ്രിയെ താങ്ങിയോൻ അശാർങ്കിയുടെ വിക്രമം ചൊന്നു തന്നു ഞാൻ. ഇത് ആർ പ്രകീർത്തിപ്പതും ആർ ശ്രവിപ്പതും ഹരേ. ഇതാർ പ്രകീർത്തിപ്പതും ആർ ശ്രവിപ്പതും തൽക്കർമ്മമേതും ഫലശൂന്യമായി വരാ. അകീർത്തനീയൻ്റെ ഗുണാനുവർണ്ണനം ഹരിക്കുമല്ലോ ഭവദുഃഖമൊക്കെയും. കപടയുവതിയായി ആർ മോഹമദ്ദാനവർക്കും സുധ നിജ പദഭക്തന്മാർ സുരർക്കും കൊടുത്തോൻ. അസദവിഷയനാത്മധ്യാനഗമ്യൻ നതാർത്തിപ്രശമനപടുവാം അദ്ദേവനെ കൂപ്പിടുന്നേൻ. ഹരേ, കപടയുവതി ആയി ആർ മോഹമദ്ദാനവർക്കും സുധ നിജപദഭക്തന്മാർ സുരർക്കും കൊടുത്തോൻ. അസദവിഷയൻ ആത്മധ്യാനഗമ്യൻ നതാർത്തിപ്രശമനപടുവാം അദ്ദേവനെ കൂപ്പിടുന്നേൻ. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 12-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.